ഹലോ നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തടിപ്പണിയുടെ കാര്യമാണ്. ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം നമ്മൾ കണക്കാക്കുന്നത് ആദ്യം കട്ടളയും ജനലും പണിയണം, അല്ലെങ്കിൽ അതിനുള്ള തടി കണ്ടെത്തണം. അപ്പോൾ നമ്മൾക്ക് ഇടനില നിന്ന് ആരെങ്കിലും നല്ല വണ്ണമുള്ള രണ്ട് തടിയുണ്ട്, നമുക്ക് പോയി നോക്കാം. അത് നിലയിൽ നിന്ന് വില പേശി വാങ്ങി നമ്മൾ മുറിച്ച് താഴെ ഇട്ടിട്ട് അത് അന്ന് തന്നെ മില്ലിൽ കൊണ്ടുപോയിട്ട് പറ്റുമെങ്കിൽ അന്ന് തന്നെ ഇറക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഇത് കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ, ഇതിനകത്ത് തടിയിൽ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളക്കെട്ടാണ്, വെള്ളത്തോടു കൂടി നിൽക്കുന്ന ഒരു സംഭവമാണ് തടി. അതേത് തടിയായാലും ചില തടികൾ നല്ല വണ്ണം കാണിക്കും, വെള്ളക്കയറ്റം കൂടുതലായിരിക്കും, തടി ഇങ്ങനെ വീങ്ങി നിൽക്കും. പ്രത്യേകിച്ചും ആഞ്ഞിലി തടിയുടെ കാര്യമാണ് പറയുന്നത്. കട്ടള ജനലിൻ്റെ പണിക്ക് നമ്മൾ കോമണായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ ബെറ്റർ ആഞ്ഞിലി തന്നെയാണ്. പിന്നെ പൈസ കൂടുതലുള്ളവർ അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് തേക്കൊക്കെ എടുക്കാറുണ്ട്. അത് നമ്മുടെ സാധാരണക്കാരുടെ കയ്യിൽ നിൽക്കില്ല. എങ്കിലും ആഞ്ഞിലി ഒട്ടും മോശമല്ല, വർഷങ്ങൾ ലാസ്റ്റ് ചെയ്യുന്ന തടി തന്നെ ആഞ്ഞിലി. അതിൻ്റെ വെള്ളം അധികം ഉപയോഗിക്കാതെ കുറച്ച് പറ്റുവെള്ളമൊക്കെ വന്നാലും വണ്ണമുള്ള തടിയിൽ നിന്ന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന അതല്ല. ഈ തടി അന്ന് തന്നെ മുറിച്ച് പച്ചയ്ക്ക് മുറിയിട്ട് മില്ലിൽ കൊണ്ടുപോയി അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്നോ അറുക്കുക. അറുത്തിട്ട് ഇപ്പം ഏറെക്കുറെ ചീകുന്നത്, അതായത് പ്ലെയിൻ ചെയ്യുന്നത് ആ മില്ലിൽ തന്നെ ആയിരിക്കും. പ്ലെയിൻ ചെയ്ത് അത് ഏതെങ്കിലും തടിപ്പണിക്കാരെ കണ്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ടായിരിക്കും ഇത് അറുക്കാൻ പോകുന്നത്. അറുത്തിട്ട് കൊണ്ടുവന്ന്, ഇപ്പോൾ എനിക്കും തടിപ്പണിയാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആധികാരികമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ തടി പച്ചയ്ക്കറുത്ത് ഒരിക്കലും കൊണ്ടുവന്ന് 2-3 ദിവസത്തിനുള്ളിൽ പണി തുടങ്ങരുത്. തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് പച്ചയ്ക്ക് പണിഞ്ഞ് കഴിയുമ്പോൾ ഇത് വെള്ളത്തോടു കൂടിയാണ് നമ്മൾ പണിയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ ഡേറ്റ് അങ്ങ് എടുത്തിട്ട് ഭയങ്കര ധൃതിയിൽ ഈ പണിക്കാരെ കൊണ്ട് പണിയിപ്പിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ പിന്നെന്തെങ്കിലും പ്രശ്നം വന്നാലും ഇത് പണിക്കാർക്ക് അതിൻ്റെ ഒരു പരാതിയും കാര്യങ്ങളും കുറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ അത് തെറ്റായ ഒരു കാര്യമാണ്. അത് പണിക്കാരുടെ കുഴപ്പമല്ല, നമ്മുടെ ധൃതി കാരണമാണ് ഇതൊക്കെ. എല്ലാം തടിയൊക്കെ നേരത്തെ നമ്മൾ സെറ്റാക്കി വെക്കണം. സെറ്റാക്കി വെച്ചിട്ട് മുറിച്ച് കൊണ്ടിട്ടിട്ട് അതിൻ്റെ വെള്ളം തോറുന്നതിന് ശേഷം പറ്റുമെങ്കിൽ തൊലി അടിച്ചിട്ട് അറുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടിച്ചില്ലെങ്കിലും തോരണം. ഫുള്ളങ്ങ് ഉണങ്ങിയില്ലെങ്കിലും ഒരു പകുതിയോളം ഉണങ്ങിയതിന് ശേഷം തടി അറുത്ത് പ്ലെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് വീട്ടിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ അത് അടുക്കി വെക്കണം. അടുക്കി ചെറിയ പട്ടിയിൽ വെച്ച് ഗ്യാപ്പിട്ട് എയർ കയറത്തക്ക രീതിയിൽ അടുക്കി വെച്ചിട്ട് തമ്മിലിങ്ങനെ സ്പർശിക്കാത്ത രീതിയിൽ, അതായത് താഴെ അടുക്കുന്ന തടി മുകളിൽ അടുക്കുന്ന തടിയുമായിട്ട് ടച്ച് ചെയ്ത് ആ രീതിയിൽ ഇടയ്ക്ക് റീപ്പർ വെച്ച് ചെറിയ തടിയുടെ പീസുകൾ വെച്ച് മുകളിലോട്ട് അടുക്കി ഗ്യാപ്പിട്ട് പോകണം. അപ്പോൾ അത് കുറച്ച് ദിവസം, കുറഞ്ഞത് ഇപ്പം ഒരു പകുതി കൂടുതൽ ഉണങ്ങിയ തടിയായിരിക്കും നമ്മൾ അറുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ ഈ ഗ്യാപ്പിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ആ ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാകും. അപ്പം എയർ കയറി കുറച്ചുകൂടെ ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പണി തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അത് കട്ടളയും ജനലും അടിച്ചു കൂട്ടി പണിത് ഉണങ്ങി അത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞ് പിന്നെ അത് വലുതായിട്ട് ചുരുങ്ങത്തില്ല. അപ്പോൾ ഈ ചുരുങ്ങാത്ത അവസ്ഥയിൽ വേണം നമുക്കിത് വെച്ച് കെട്ടാനായിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭിത്തിയിൽ നിന്ന് ഇത് വിട്ടുപോകത്തില്ല. അതല്ലെങ്കിൽ പച്ചയ്ക്ക് നമ്മൾ വെച്ച് കെട്ടുകയാണെങ്കിൽ ഇത് ഭിത്തിയിൽ നിന്ന് പിടുത്തം വിട്ട്, പിന്നെ ഭിത്തിയിൽ നിന്ന് അറിയാമല്ലോ ഓരോ വീടുകളിൽ സംഭവിക്കുന്നതിനെ വിട്ട് മാറിയിട്ട് ഗ്യാപ്പായിട്ട് പിന്നെ അത് വെട്ടി ഇളക്കി
ഭിത്തിയിൽ നിന്ന് കട്ട് ചെയ്ത് ഇളക്കി പിന്നെ വേറെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ തോർന്നതിന് ശേഷം ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. ഒരുപാട് വർഷം ലാസ്റ്റ് ചെയ്യും. പിന്നെ ഈ സ്ക്വയർ ട്യൂബ് കൊണ്ടും ഒന്നും നമുക്ക് ചെയ്യണമെന്നുള്ള ഒരു വിചാരം നമുക്കുണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് ഈ തടി ഇങ്ങനെ പച്ചയ്ക്ക് കൊണ്ടുവന്ന് അറുത്ത് വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞൊക്കെ പോകുന്നത്. അന്നേരം ആളുകൾ വിചാരിക്കുന്നത് ഈ തടി ആയതുകൊണ്ട് ആണല്ലോ ഇങ്ങനെയൊക്കെ ദ്രവിച്ച് പോകുന്നത്, അല്ല വളഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇരുമ്പോ സ്റ്റീലോ ഒക്കെ ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത് കാരണം അതാണ്. അപ്പോൾ തടിയുടെ ഒരു രീതിയുണ്ട് ചെയ്യേണ്ടത്. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും, പണ്ടത്തെ ഈ വീടുകളെല്ലാം ചെയ്യുന്നത് അങ്ങനെയാണല്ലോ, വർഷങ്ങളോളം അത് പണ്ടൊക്കെ ചെയ്യുന്ന പോലെ ഇന്നത്തെ സാവകാശം ആർക്കും മനുഷ്യന് അങ്ങനെയുള്ള ഒരു ക്ഷമയോ കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഇന്നത്തെ സാഹചര്യം അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്യണം. ലോൺ എടുത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുമ്പോൾ അത്രയും സമയമൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ തന്നെങ്കിലും നമ്മൾ നേരത്തെ കണ്ടെത്തി ഇങ്ങനെയൊക്കെ ഉണക്കിയിട്ടൊക്കെ ചെയ്യണം. ഒരു പകുതിയെങ്കിലും ഉണക്കിയതിന് ശേഷം ചീകി പിന്നെ പണിത് കെട്ടുക. അപ്പോൾ പിന്നെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ കട്ടള ജനലിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആഞ്ഞിലിയിൽ ചെയ്യുമ്പോൾ അത് ഏത് തടിയാലും പ്രത്യേകിച്ചും ആഞ്ഞിലിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. നല്ല തടിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അളവെന്ന് വെച്ചാൽ ഒരു 4.5, സാധാരണ എല്ലാവരും അറുക്കുന്നത് 4.5 ഇഞ്ച് വീതി, 2.5 ഇഞ്ച് കനം ജനലിനും സാധാ കട്ടളയ്ക്കും അറുത്തിട്ട് അത് ചീകി വരുമ്പോൾ പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ 4.25 വീതിയും 2.25 ഇഞ്ച് കനവും വരും കോമൺ ആയിട്ട്. അത്രയും മതി. ഈ ഉണങ്ങിയ തടി ഒരുവിധം തോന്ന് ചെയ്യുക. അതല്ലെങ്കിൽ ഇത് പച്ചയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിന് വീതിക്കും കനത്തിനും അറുത്ത് കഴിഞ്ഞാൽ നമുക്കത് വളഞ്ഞു കഴിഞ്ഞ് പിന്നെ ആ വളവോടുകൂടി പിന്നെ വെച്ച് കെട്ടേണ്ടി വരും. അപ്പോൾ ഉണങ്ങിയതിന് കുറച്ച് തോർന്നതിന് ശേഷം നമ്മൾ അറുത്ത് പ്ലെയിൻ ചെയ്താൽ ആ ഒരു വിഷയം വരുന്നില്ല. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൻ്റെ അളവെന്ന് പറയുന്നത്, ഫ്രണ്ട് കട്ടള ഒരു 9.5 വീതി, 9.5 ഇഞ്ച് വീതിയിലും ഒരു 3.5 ഇഞ്ച് കനത്തിലും അറുത്ത് കഴിഞ്ഞാൽ ശരാശരി നമുക്കൊരു 3.25 ചെയ്ത് കിട്ടും. 9 ഇഞ്ച് വീതിയും 3.25 ഇഞ്ച് കനവും തീർത്ത് നമുക്ക് ചെയ്ത് കിട്ടും. അതല്ലെങ്കിൽ ഈ ഫ്രണ്ട് കട്ടള ഇത്രയും സൈസായിട്ടുള്ളതും നമുക്ക് വളയും പച്ചയ്ക്ക് ചെയ്താൽ എത്ര നല്ല തടിയാണെങ്കിൽ പോലും. അപ്പോൾ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കണം. എൻ്റെ ഒരു ചെറിയ അറിവ് കൊണ്ട് പറഞ്ഞതാണ്. ഇനിയും എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഹായ്.